നമ്മൾ സാധാരണ കസ്റ്റാർഡ് പുഡിങ് എങ്ങനെ ഉണ്ടാക്കുക, പാലും മുട്ടയൊക്കെ യൂസ് ചെയ്തിട്ടല്ലേ. ഇന്ന് അതൊന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. വെറും അരിപ്പൊടിയല്ല, ഗ്ലൂട്ടിനസ് റൈസിൻ്റെ പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്ത് ഇതുപോലെ ആക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഗ്ലൂട്ടിനസ് റൈസിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് കുറച്ച് പാലും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് കോക്കനട്ട് മിൽക്കും ആവശ്യമായിട്ടുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വാനില എസൻസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മിക്സ് നന്നായിട്ട് അരിച്ചൊഴിക്കണം കേട്ടോ. നല്ലപോലെ അരിച്ചൊഴിച്ചാലാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ നമുക്കൊരു അരമണിക്കൂർ സ്റ്റീം ചെയ്തെടുക്കാം. അതിനുശേഷം ചൂടാറിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് റൈസ് പുഡിംഗ് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഗ്ലൂട്ടിനസ് റൈസ് കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയാണ്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക കേട്ടോ. ടാറ്റാ.